ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. സൗത്ത് വ്ലോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് സെവൻത്ത് ഹെവൻ എന്നറിയപ്പെടുന്ന വാൾപ്പാറയിലേക്കാണ്. പാലക്കാട് നിന്നും പൊള്ളാച്ചി വഴിയാണ് വാൾപ്പാറയ്ക്ക് പോകുന്നത്. പിന്നെ അവിടുന്ന് വാൾപ്പാറയിൽ നിന്ന് ഫോറസ്റ്റ് റൂട്ട് കൂടി നമ്മൾ സൗത്ത് ഇന്ത്യയിൽ നയാഗര ഫാൾസ് എന്ന് അറിയപ്പെടുന്ന അതിരപ്പള്ളി വാഴച്ചാലിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. പൊള്ളാച്ചിയിൽ നിന്നും വാൾപ്പാറയിലേക്ക് 65 കിലോമീറ്ററാണ് ഉള്ളത്. അതിൽ 40 ഹെയർപിൻ ബെൻഡുകളും ഉണ്ട്. ഏകദേശം 1.5-2 മണിക്കൂർ എടുക്കും വാൾപ്പാറ എത്താൻ. നിങ്ങൾ ട്രെയിൻ മാർഗം വരികയാണെങ്കിൽ പൊള്ളാച്ചി റെയിൽവേ സ്റ്റേഷനാണ് ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ. ആ സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് കുറേ ബസ്സുകൾ കിട്ടും വാൾപ്പാറയിൽ പോകാൻ. നമ്മളിപ്പോൾ ആനമലൈ ടൈഗർ റിസർവിലേക്ക് എൻട്രി ചെയ്തിരിക്കുന്നു. അതിൻ്റെ ചെക്ക് പോസ്റ്റാണ് ഇത് കാണുന്നത്. നമ്മൾ നമ്മുടെ സ്വകാര്യ വാഹനത്തിലാണ് വരുന്നതെങ്കിൽ ഇവിടുന്ന് പാസ് എടുത്തിട്ടാണ് പോകേണ്ടത്. വണ്ടി ചെക്കിങ്ങും ഉണ്ടാവും. ആ ചെക്ക് പോസ്റ്റും കടന്ന് വന്നു കഴിഞ്ഞാൽ വാൾപ്പാറ കയറുന്ന മുമ്പ് ആദ്യം നമ്മൾ കാണുന്നത് ആളിയാർ ഡാമിൻ്റെ പുറകുവശമാണ്. ഓരോരോ ഹെയർപിൻ ബെൻഡുകൾ കഴിയും തോറും തണുപ്പും കോടയും കൂടി വരുന്നുണ്ട്. ക്ലൈമറ്റ് ആകെ അങ്ങ് മാറി. പോകുന്ന വഴിയിൽ കുറേ വ്യൂ പോയിന്റ്സ് ഒക്കെ ഉണ്ട്. അവിടേക്ക് നിർത്തി ഫോട്ടോസൊക്കെ എടുത്ത്, അതുപോലെ തന്നെ ചെറിയ ചെറിയ വാട്ടർഫോൾസ് ഒക്കെ ഉണ്ട് കേട്ടോ. അവിടേക്ക് നിർത്തി ഒന്ന് ഫ്രഷായി ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ എൻജോയ് ചെയ്ത് നമുക്ക് പോകാം. സമുദ്രനിരപ്പിൽ നിന്നും 3500ഓളം അടി ഉയരത്തിലാണ് വാൾപ്പാറ സ്ഥിതി ചെയ്യുന്നത്. ഈ റൂട്ട് കണ്ടില്ലേ, ഇത് ടൂറിസ്റ്റുകൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു റൂട്ടാണ്. 2 സൈഡും തൈലത്തോട്ടമൊക്കെ ആയിട്ടും. ഈ സ്ഥലം നിങ്ങൾ കുറേ റീൽസിലും യൂട്യൂബ് ഷോർട്സിലും എല്ലാം കണ്ടിട്ടുണ്ടാവും. ടൂറിസ്റ്റുകളുടെ ഏറ്റവും പ്രിയപ്പെട്ട റൂട്ടാണ് ഇത്. തൈലത്തോട്ടങ്ങൾക്ക് പേര് കേട്ടതാണ് വാൾപ്പാറ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഉയർന്ന നിലവാരമുള്ള തൈല ഉൽപ്പാദിപ്പിക്കുന്നതിന് വാൾപ്പാറ തൈലത്തോട്ടങ്ങൾ അറിയപ്പെടുന്നു. നമ്മളിപ്പോൾ വാൾപ്പാറ ടൗണിലെത്തി. 4 വശങ്ങളിൽ തൈലത്തോട്ടങ്ങളും മലകളും ഉള്ള ഒരു ചെറിയ ടൗണാണിത്. വാൾപ്പാറ ഹിൽ സ്റ്റേഷൻ താലൂക്ക് നമ്മുടെ തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ ഡിസ്ട്രിക്റ്റിലാണ് സ്ഥിതി ചെയ്യുന്നത്. വാൾപ്പാറയിൽ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് സ്പോട്ടുകളെന്ന് പറയുന്നത് നല്ലമുടി വ്യൂ പോയിന്റ്, ഷോളയാർ ഡാം, ബാലാജി ടെമ്പിൾ, അങ്ങനെ ചെറുതും വലുതുമായ കുറേ ടൂറിസ്റ്റ് സ്പോട്ടുകളുണ്ട്. നിങ്ങൾ വാൾപ്പാറയിൽ വന്ന് ഒരു ദിവസം സ്റ്റേ ചെയ്യുകയാണെങ്കിൽ ഈ എല്ലാ സ്ഥലങ്ങളിലും നിങ്ങൾ പോയി കണ്ട് ആസ്വദിക്കാൻ പറ്റും. വളരെ കുറഞ്ഞ ചെലവിൽ താമസിക്കാൻ സൗകര്യമുള്ള സ്ഥലമാണ് വാൾപ്പാറ. ഇതാണ് ഷോളയാർ ഡാം.
യഥാർത്ഥത്തിൽ 20 കിലോമീറ്റർ ദൂരത്തിൽ 2 ഷോളയാർ അണക്കെട്ടുകളാണ് ഉള്ളത്. ഒന്ന് അപ്പർ ഷോളയാർ അണക്കെട്ടും രണ്ടാമത്തത് ലോവർ ഷോളയാർ അണക്കെട്ടും. വിനോദസഞ്ചാരികളെ അനുവദിക്കുന്ന അപ്പർ ഷോളയാർ അണക്കെട്ട് തമിഴ്നാട്ടിലും അതേസമയം ലോവർ ഷോളയാർ അണക്കെട്ട് കേരളത്തിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ വാൾപ്പാറയൊക്കെ കണ്ട് മലകപ്പാറ ചെക്ക് പോസ്റ്റൊക്കെ കടന്ന് പതിയെ അതിരപ്പള്ളി വാഴച്ചാൽ ഫോറസ്റ്റ് റൂട്ടിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞു. ചെക്ക് പോസ്റ്റും കടന്ന് കേരളത്തിൽ എൻ്റർ ചെയ്തതോടുകൂടി പറയാതിരിക്കാൻ വയ്യ, റോഡുകൾ ഭയങ്കര മോശം. ഒരു 20-25 കിലോമീറ്റർ വരെ ഒരു ഓഫ് റോഡ് ഫീലിംഗ്. ഈ റൂട്ടിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് വൈൽഡ് ആനിമൽസിനെ കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. പക്ഷേ ഈ വണ്ടികളുടെ സൗണ്ട് കേട്ടാൽ അവർ വരുമെന്ന് തോന്നുന്നില്ല. പിന്നെ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ കാണാം. പ്രത്യേകിച്ച് ബൈക്കേഴ്സിന് വളരെ വളരെ ഇഷ്ടപ്പെട്ട റൂട്ടാണ് ഈ വാൾപ്പാറ അതിരപ്പള്ളി ഫോറസ്റ്റ് റൂട്ട്. നിങ്ങളിപ്പോൾ കാണുന്നത് ചാർപ്പ വാട്ടർഫോൾസ് ആണ്. ഇവിടുന്ന് അതിരപ്പള്ളി വാട്ടർഫോൾസ് ഒരു 4-5 കിലോമീറ്റർ ദൂരമുണ്ട്. ചാർപ്പ വാട്ടർഫോൾസും കണ്ട് ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് വാഴച്ചാൽ വാട്ടർഫോൾസിൻ്റെ അടുത്താണ്. ഇതിൻ്റെ അകത്ത് കയറാൻ എൻട്രി ഫീ ഉണ്ട്. ഇവിടെ നമ്മൾ എൻട്രി ഫീ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിരപ്പള്ളി വാട്ടർഫോൾസിൻ്റെ അവിടെ ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. ഈ ടിക്കറ്റിൽ തന്നെ നമുക്ക് അതിരപ്പള്ളി വാട്ടർഫോൾസിലും എൻ്റർ ചെയ്യാൻ പറ്റും. കാരണം അതിരപ്പള്ളി വാട്ടർഫോൾസും വാഴച്ചാൽ വാട്ടർഫോൾസും ഒരേ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടർ ആയതുകൊണ്ട് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ടിക്കറ്റ് എടുത്താൽ രണ്ടവിടെയും കയറാം. വാഴച്ചാൽ വാട്ടർഫോൾസും കണ്ട് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് അതിരപ്പള്ളി വാട്ടർഫോൾസുടെ എൻട്രൻസിൻ്റെ അവിടെയാണ്. റോഡിൻ്റെ 2 സൈഡും കച്ചവടക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. നമ്മൾ നേരത്തെ വാഴച്ചാലിൻ്റെ അവിടെ എൻട്രി ടിക്കറ്റ് എടുത്തതുകൊണ്ട് നമ്മൾ ഈ അതിരപ്പള്ളീൻ്റെ എൻട്രി ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. ആ എൻട്രി ടിക്കറ്റ് നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ മതി. ഉള്ളിൽ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഫുഡ് ഐറ്റംസ് ഒന്നും കയ്യിൽ വെക്കരുത്. കാരണം കുരങ്ങന്മാർ കുറേ ഉണ്ട്. അവർ ചാടി വന്ന് തട്ടിക്കൊണ്ടു പോകും. അഥവാ അവർ കിട്ടിയില്ലെങ്കിൽ അവർ നിങ്ങളെ ആക്രമിക്കുകയും ചെയ്യും. മെയിൻ ഗേറ്റിൽ നിന്ന് വാട്ടർഫോൾസിൻ്റെ അടുത്ത് പോകാൻ കുറച്ച് നടക്കാനുണ്ട്. നടന്ന് ക്ഷീണിച്ച് ദാഹിക്കുന്നവർക്ക് ദാഹം അകറ്റാൻ ഇവരെന്നെ കുടിക്കാനുള്ള വെള്ളം ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നടന്ന് വാട്ടർഫോൾസിന് തൊട്ടടുത്തെത്തി നേരെ കാണുന്ന അവിടെ പോയി കഴിഞ്ഞാൽ വാട്ടർഫോൾസ് കാണാൻ പറ്റും. നമ്മൾ ആദ്യം പോയി ഈ വാട്ടർഫോൾസിൻ്റെ ടോപ്പ് വ്യൂ കണ്ടിട്ട് വരാം. ഇതാണ് നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ നിന്ന് നയഗ്ര ഫോൾ എന്നറിയപ്പെടുന്ന നമ്മുടെ സ്വന്തം അതിരപ്പള്ളി വാട്ടർഫോൾസ്. ഇതാണ് കേരളത്തിലെ ഏറ്റവും വലിയ വാട്ടർഫോൾസ്. ഈ വാട്ടർഫോൾസ് ശരിക്കും നിങ്ങൾക്ക് ആസ്വദിക്കണമെങ്കിൽ ഇതിൻ്റെ താഴെ അതിൻ്റെ തൊട്ടടുത്ത് പോയി നമുക്ക് നിന്ന് ആസ്വദിക്കാൻ പറ്റും. ഈ വഴിയാണ് നമ്മൾ വാട്ടർഫോൾ കാണാൻ താഴേക്ക് പോകേണ്ടത്. താഴെ വാട്ടർഫോൾസിനടുത്തെത്താൻ കുറച്ച് നടക്കാനുണ്ട്. പിന്നെ അതേപോലെ തന്നെ നടക്കുമ്പോൾ സൂക്ഷിച്ചുകൊണ്ട് നടക്കാൻ, വഴി കുറച്ച് സ്ലിപ്പറിയാണ്. ഫിലിം
ഇൻഡസ്ട്രിയിലെ എല്ലാവരുടെയും ഫേവററ്റ് സ്പോട്ടാണ് ഈ അതിരപ്പള്ളി വാട്ടർഫോൾസ്. നമ്മുടെ തമിഴ് ഫിലിം ഡയറക്ടറായ മണിരത്നത്തിൻ്റെ ഫേവററ്റ് സ്പോട്ടാണിത്. അദ്ദേഹത്തിൻ്റെ മിക്ക എല്ലാ ഫിലിംസും ദിൽസേ മുതൽ രാവൺ വരെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബാഹുബലി ഫിലിമും ഇവിടെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ സൈഡിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. എന്നാലും ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.